നമസ്കാരം. മുഖാമുഖം പങ്ക്തിയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ എന്നതാണ് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ LDFനും CPIMനുമെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. മുമ്പില്ലാത്ത വിധം ആശയപരമായും ആദർശപരമായും സംഘടനാപരമായും ജീർണിത നേരിടുന്നു ഇടതുപക്ഷം എന്ന വിമർശനം അന്തരീക്ഷത്തിൽ സജീവമാണ്. ഇതിനോട് പ്രതികരിക്കുന്നു CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി വക്താവുമായ K. അനിൽകുമാർ. നമസ്കാരം ശ്രീ. നമസ്കാരം. ലോകത്താകെ വലതുപക്ഷ രാഷ്ട്രീയം മേൽക്കൈ നേടുകയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം തന്നെ ഒരു സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കാരണം കൊണ്ട് തന്നെ തികച്ചും വളരെ പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പ്. വളരെ പ്രാധാന്യവുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്ന ഒരു വിമർശനം ഇതാണ്: ദരിദ്രരോടും ദുർബലരോടും ഐക്യപ്പെടുക എന്നതാണ് ഇടതുപക്ഷത്തെക്കുറിച്ച് വിശാലാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതോടൊപ്പം തന്നെ യാഥാസ്ഥിതികതയ്ക്കെതിരെ പുരോഗമന നിലപാടുകളെ മുന്നോട്ട് വയ്ക്കുക എന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്ന ഒരു വിമർശനം കേരളത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളെ കൈയൊഴിഞ്ഞു എന്നതാണ്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്, ലോകത്ത് വലതുപക്ഷം ശക്തിപ്പെടുക എന്നത് തെറ്റായ ധാരണയാണ്. ആഗോള ധനമൂലധനമാണ് ഇന്ന് ലോകാധിപത്യമുള്ളത്. അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തൊഴിലില്ലാതെയാക്കുന്ന, പ്രത്യേകിച്ചും AI പോലുള്ള ടെക്നോളജി അതിൻ്റെ ആധിപത്യം ഈ കുത്തകളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന, ഇന്നത്തെ വ്യവസ്ഥയെ അട്ടിമറിക്കാതെ തൊഴിലാളിക്ക് ജീവിക്കാനാവാത്തൊരവസ്ഥയിലേക്ക് സമൂഹം പോവുകയാണ്. അതുകൊണ്ട് വിഭ്രാന്തിജനകമായ പരാക്രമങ്ങളാണ് മൂലധനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഗോള ധനമൂലധനവും ഇവിടുത്തെ ലോക സമ്പദ് വ്യവസ്ഥയെല്ലാം ശക്തിപ്പെടുകയാണ് എന്നൊരു ആഖ്യാനം തെറ്റാണ്. ഇത് ശക്തിപ്പെടുകയല്ല, ഇത് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ മൂലധന വ്യവസ്ഥ ദുർബലപ്പെടുന്നുവെങ്കിൽ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയ മേധാവിത്വം പ്രകടമാകുന്നുണ്ട്. അതായത് അതിന് കാരണം മുതലാളിത്തത്തിൻ്റെ വിജയമല്ലത്. മുതലാളിത്തം പിടിച്ചു നിൽക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പിനെ ഉപയോഗിക്കുന്നു. വംശം, വർണ്ണം, മതം, ജാതി, ഈ വിദ്വേഷങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായി വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അതൊന്നും ശാശ്വതമായി നിലനിൽക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ശാസ്ത്രം വളരുകയും അതിൻ്റെ തിരിച്ചറിവ് വളരുകയും ചെയ്താൽ അത് നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഉയരുന്ന ഒരു വിമർശനം, കേരളത്തിലെ ഇടതുപക്ഷം നവമുതലാളിത്തത്തോട് സന്ധി ചെയ്തു എന്നും പുരോഗമന നിലപാടുകൾ കൈയൊഴിഞ്ഞുവെന്നാണ്. ഇതിനെ എങ്ങനെ കാണുന്നു? ഒന്ന്, എന്താ ഈ നവമുതലാളിത്തം? നവമുതലാളിത്തമൊന്നുമില്ല. നവമുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ധനമൂലധനമാണ്. ധനമൂലധനത്തിന് പിന്തുണ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു നയം കേരളത്തിലെ ഇടതുപക്ഷം എടുത്തോ? ലോകതലത്തിൽ ഗവൺമെൻറ്റുകൾ ഇല്ലാതെയാവുക, ലെസ് ഗവൺമെൻറ് എന്നുള്ളതാണ് ധനമൂലധനത്തിൻ്റെ നിയമം. കേരളത്തിൽ മാക്സിമം ഗവൺമെൻറ് എന്നുള്ളതാണ് LDFൻ്റെ ബദൽ. ഇത് മനസ്സിലാകാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കളവ് പറയുന്ന ആളുകളാണ്. എല്ലാ രംഗത്തും സർക്കാർ ഇടപെടുന്ന കേരളം പോലെ ഇന്ത്യയിൽ വേറെ എവിടെയുള്ളത്? അങ്ങനെ മാക്സിമം ഗവേണൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നൊരു ഗവൺമെൻറ്, അതിദാരിദ്ര്യമില്ലാതെയാക്കി ഏറ്റവും സാധാരണക്കാരനെ ചേർത്തുന്നൊരു ഗവൺമെൻറ്, 62 ലക്ഷം വീടുകളിൽ പെൻഷൻ എത്തിച്ച് അവരെ ചേർത്തുന്നൊരു ഗവൺമെൻറ്, പാവപ്പെട്ടവൻ്റെ സ്കൂളും ആശുപത്രിയും നന്നാക്കിയൊരു ഗവൺമെൻറ്, ഏത് ധനകാര്യ താല്പര്യമാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിയുടെ നടപ്പാക്കിയത്? വിഴിഞ്ഞം പ്രൊജക്റ്റ് കഴിഞ്ഞാൽ അത് തന്നെ UDF ആണ് കൊടുത്തത്. അത് നടപ്പാക്കി കേരളത്തിലെ LDF. അതൊഴിച്ചാൽ ഈ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കോർപ്പറേറ്റുകൾ കൈമാറിയോ? പൊതുമേഖല വിറ്റോ? ഏതെങ്കിലും രംഗത്ത് ഗവൺമെൻറ് പിൻവാങ്ങിയോ? നിയമനം നിരോധിച്ചോ? തസ്തിക വെട്ടിക്കുറച്ചോ? പിന്നെ മാധ്യമങ്ങളിലൂടെ ആഖ്യാനം ഉണ്ടാക്കുകയാണ് ഇത് ഇടതുപക്ഷമല്ല. ഇടതുപക്ഷമല്ല എന്നുള്ള ശകാരം പറയുന്നവർ എന്താണ് ഇടതുപക്ഷം? അതാണ് ഞങ്ങൾ പറയുന്നത്. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു 2035 ഞങ്ങൾ ഇന്നത്തെ വരുമാനം ഇരട്ടിയാക്കും. LDF സർക്കാർ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തൊഴിലാളി കേരളത്തിലാണ്. നമ്മുടെ ബദൽ അതാണ്. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു 3 ലക്ഷം പേർക്കൂടെ വീട് കൊടുത്താൽ വിയറ്റ്നാം എല്ലാവർക്കും വീടായി. കേരളത്തിലെ CPM പറയുന്നു 5 കൊല്ലം കൂടെ ഒരു അധികാരം തന്നാൽ ഒരു 3 ലക്ഷം പേർക്കൂടെ വീട് വെക്കാൻ ബാക്കി. 6 ലക്ഷം അവാർഡായി, 3 ലക്ഷം കൂടെ വീട് വെക്കാൻ ബാക്കി. എല്ലാവർക്കും വീടുള്ള കേരളമാക്കാം.
ഇത് ലോകത്തെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് കേരളം. അത് ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ഒരു ബദലായി വികസിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. അപ്പോൾ ഇടതുപക്ഷം നിലനിൽക്കണമെങ്കിൽ ഇത്തവണ ഇടതുപക്ഷം തോൽക്കണം ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇന്ത്യ മുഴുവൻ ഇടതുപക്ഷം തോറ്റു. ഇന്ത്യയിൽ ഇടതുപക്ഷം തോറ്റതോടുകൂടി ഇടതുപക്ഷം രക്ഷപ്പെട്ടോ? കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ഇന്ത്യ മുഴുവൻ ഇടതുപക്ഷം തോറ്റു. ബംഗാളിൽ തോറ്റു. എത്ര കാലം തോറ്റിരിക്കണം? ഇവരീ പറയുന്ന ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കോൺഗ്രസ്സൊക്കെ തോറ്റാൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ? എന്താ പറ്റി BJP തോക്കല്ലേ കുറച്ചുകൂടെ എളുപ്പം? BJP തോക്കട്ടെ. അപ്പോൾ BJP തോക്കാൻ പാടില്ല, കോൺഗ്രസ് തോക്കാൻ പാടില്ല, ഇടതുപക്ഷം മാത്രം തോറ്റാൽ മതി എന്ന് പറയുന്ന ആഖ്യാനം ഉണ്ടാക്കുന്നുണ്ട്. അത് MAB മറുപടി പറഞ്ഞു. സഞ്ജു സാംസൺ ഇപ്പോൾ 2 കളി 3 കളി തുടർച്ചയായിട്ട് ജയിച്ചു. ഇനി കളി ജയിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആർക്കാണ്? ഇടതുപക്ഷത്തിനാണോ കോൺഗ്രസിനാണോ BJPക്കാണോ? ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ എന്താ കോൺഗ്രസിനുള്ളത്? അല്ലാണ്ട് ഇടതുപക്ഷം തോറ്റു കൊടുത്തിരിക്കണം. എന്തിനു തോറ്റു കൊടുക്കണം? അത് വിമോചന സമരകാലത്ത് ഇടതുപക്ഷം അധികാരത്തിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശാഠ്യത്തിൻ്റെ തുടർച്ചയാണ്. അത് കേരളം അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് പുരോഗമന കാഴ്ചപ്പാടുകൾ കൈയൊഴിഞ്ഞു എന്നൊരു വിമർശനം ഉയരുന്നത്. അതായത് സമുദായ പ്രീണനം അല്ലെങ്കിൽ വർഗീയതയോട് സന്ധി ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ ഘടകവിരുദ്ധമായ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ വിമർശന ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും? ഏതെങ്കിലും ആരാധനാലയങ്ങളിലെ ആചാരങ്ങൾ മാറ്റാൻ ഏതെങ്കിലും പ്രകടന പത്രിക ഇടതുപക്ഷം എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ആ അമ്പലങ്ങളിലെ അല്ലെങ്കിൽ പള്ളികളിലെ അല്ലെങ്കിൽ മോസ്കുകളിലെ ആചാരങ്ങളെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട അല്ല. അത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് അവരുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കലാണ് നമ്മളുടെ നയം. ശബരിമല പ്രശ്നം എന്തുണ്ടായി? അത് BJP നേതാക്കന്മാർ കോടതി കേസ് കൊടുത്ത് ഒരു വിധി ഉണ്ടാക്കിയ വിധി നടപ്പാക്കാനുള്ള ബാധ്യത ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയായപ്പോൾ അവിടെ സ്ത്രീ പുരുഷ തുല്യതയാണ് ഞങ്ങളുടെ നയമെന്ന് എപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. ആചാരമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അത് അഫിഡവിറ്റിൽ അന്നേ എഴുതി കൊടുത്തതാണ്. ഇന്നും അതേ അഫിഡവിറ്റ് തന്നെയാണ്. നിലപാട് മാറ്റി എന്നൊക്കെ പറയുന്നത് പ്രചരണപരമാണ്, സത്യമല്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം ഒരു സമുദായ പ്രീണനമായി കണക്കാക്കാനാവില്ലേ? അയ്യപ്പന് മതമുണ്ടോ? വാവരില്ലാതെ അയ്യപ്പനുണ്ടോ? അതെങ്ങനെ ഒരു സമുദായ പ്രീണനമാകും? അപ്പം ലോകത്ത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും എല്ലാം ചെന്നു ചേരാൻ കഴിയുന്ന ഒരു മഹത്തായ വിശ്വാസ ഇടത്തെ ഭൗതികമായി ഉയർത്തുക, അതിനാഗോള ശ്രദ്ധേയമായ കേന്ദ്രമാകുക, മതേതരത്വത്തിൻ്റെ വിശ്വാസ കേന്ദ്രമായി അതിനെ സങ്കല്പിക്കുക, അതിനെ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതപ്രീണനമാണെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അപകടമല്ലേ? അതിനർത്ഥം എന്താണ്? അതിൽ വാവരുടെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ വാവര് സ്വാമിയുടെ ഐതിഹ്യത്തെ ന്യൂനീകരിച്ച് അത് BJPയുടെ കയ്യിലേക്ക് കൊടുക്കണം എന്നുള്ള RSSൻ്റെ അജണ്ടയാണ് ഈ ചോദ്യം തന്നെ. അതിന് ബദലാണ് ഇടതുപക്ഷം. അപ്പോൾ LDF തുടരണം. എന്തുകൊണ്ട് തുടരണം? 10 കൊല്ലമായി. 10 കൊല്ലം മുമ്പത്തെ കേരളമല്ല. LDF എല്ലാം ശരിയാകും. ആ മുദ്രാവാക്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് ബാക്കി വെച്ചിട്ടുണ്ടോ പരിഹരിക്കാൻ? ബാക്കി നല്ല വിശ്വാസത്തോടെ പറയാം, ഒന്നും ബാക്കിയില്ല. 3 ഉറപ്പുകൾ: വികസനം ഉറപ്പാണ്, ക്ഷേമം ഉറപ്പാണ്, മതനിരപേക്ഷത ഉറപ്പാണ്. 10 കൊല്ലം പാലിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഇവിടുത്തെ വിശ്വാസ സംവിധാനങ്ങളെ അല്ലെങ്കിൽ മതവിശ്വാസത്തെ, ആരാധനാ സംവിധാനങ്ങളെ ഒന്നും ഞങ്ങളായി ഇറങ്ങി പുറപ്പെട്ട് ദുർബലപ്പെടുത്താൻ പോയിട്ടില്ല. ഏതെങ്കിലും ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ ദുർബലപ്പെടുത്താൻ ഇറങ്ങിയാൽ അനുവദിക്കുകയുമില്ല. ഇതാണ് ഇടതുപക്ഷം. ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇവിടെ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. ആ സ്വസ്ഥതയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ സ്വസ്ഥത വിവിധ വിശ്വാസികൾ തുടരണമോ? അവർക്ക് ആ സ്വസ്ഥത തുടരണമെങ്കിൽ ഇടതുപക്ഷം തുടരണം. ഈ വികസന വേഗം, ഇടതുപക്ഷത്തിൻ്റെ വികസന വേഗം ചെറുതല്ല. വികസനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വികസന വേഗം എന്നൊരു ആഖ്യാനമുണ്ട്. ദേശീയപാതയുടെ വികസന വേഗം നോക്കൂ. അതുപോലെ മലയോര പാതയും തീരദേശപാതയും UDFൻ്റെ കാലത്ത് ചിന്തിച്ചതാണോ? ജലം പെട്രോ ചിന്തിച്ചതാണോ? ഡിജിറ്റൽ സയൻസ് പാർക്കും ഡിജിറ്റൽ സർവകലാശാലയും ചിന്തിച്ചതാണോ? IT വികസനം തന്നെ കേരളത്തിൻ്റെ ഗ്രോത്ത് നോക്ക്. നിക്ഷേപ സൗഹൃദത്തിൽ കേരളം 1ാം സ്ഥാനത്തായത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി തൊഴിലാളിക്ക് കൊടുത്തിട്ടാണ്. ഇനി സ്ത്രീ ശാക്തീകരണം. നിങ്ങളുടെ വീട്ടിൽ പോയി നമ്മുടെ പെൺകുട്ടികളെ നോക്കൂ. കേരളത്തിലെ പുതിയ പെൺകുട്ടികൾ, നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികൾ, അവരുടെ അമ്മമാർ അവരുടെ ഇതേ പ്രായത്തിൽ എത്രത്തോളം ശാക്തീകരിക്കപ്പെട്ടോ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് സ്വാഭിമാനത്തിലും സ്വന്തം വ്യക്തിത്വത്തിലും നമ്മുടെ പുതിയ കുട്ടികൾ വളരുന്നത്. ഇത് സാധ്യമാക്കിയത് എങ്ങനെയാണ്? ഇത് സാധ്യമാക്കിയത് കുടുംബശ്രീയിലൂടെ,
ഇവിടുത്തെ അയൽക്കൂട്ടങ്ങളിലൂടെ നാം ഉണ്ടാക്കിയിട്ടുള്ള സ്ത്രീ പുരുഷ തുല്യതയുടെ കേരളമാണ്. ആ കുടുംബശ്രീയെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞാൽ കേരളം അംഗീകരിക്കില്ല. ആർദ്രം മിഷൻ, കേരളത്തിലെ പോലെ സൗജന്യ ചികിത്സ കിട്ടുന്ന ഇടം ലോകത്തെവിടെയാണ്? അവിടെ ഇവിടെയൊക്കെ സിസ്റ്റത്തിൻ്റെ കുറവുണ്ടാവും. സിസ്റ്റം ഉണ്ടായി എന്നുള്ളതാണ്, സിസ്റ്റം ഇല്ലായിരുന്നുള്ളതാണ് UDFൻ്റെ കാലത്തെ പ്രശ്നം. ഇന്ന് സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. സിസ്റ്റം ഇല്ലാതെ വന്നതാണ് മുമ്പ് കാലത്തുള്ളത്. ഇപ്പോൾ സിസ്റ്റം ഉണ്ട്. സ്കൂള് കൃത്യമായിട്ട് പാഠപുസ്തകം കൊടുക്കുമ്പോൾ ഇവരെല്ലാം ജയിച്ചിട്ട് എത്ര പേര് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പുസ്തകം അടിച്ചാൽ പോലും ചോദിക്കുന്നതാണ് വലതുപക്ഷം. ഇടതുപക്ഷം എന്താ പറയണത്? കുട്ടികൾ ജയിക്കണം. അതിന് ഓരോ കൊല്ലം ജയിക്കുന്ന കുട്ടികളുടെ എണ്ണം നമുക്കറിയാം. അതനുസരിച്ച് പാഠപുസ്തകം അടിച്ചു നോക്കും, നേരത്തെ കൊടുക്കും, കുട്ടികൾ പുസ്തകമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇതാണ് ബദൽ. അംഗനവാടിയിൽ മുട്ടയും പാലും കൊടുക്കുന്ന എത്ര സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട് വേറെ? അംഗനവാടിയിൽ മുട്ടയും പാലും, അല്ലെങ്കിൽ പോഷകം ഗർഭിണികൾക്ക്, എല്ലാ കാര്യത്തിലും ഇടപെടലാണ്. ഇനി കേരളത്തിന് എന്താ വേണ്ടത്? കേരളത്തിന് പ്രായമാകുന്നു, ഒരു വാർദ്ധക്യമേറിയ തലമുറ വരുന്നുണ്ട്, ഉടനെ അവരെല്ലാം മരിച്ചു പോകട്ടെ എന്നാണോ? അവർ എത്രത്തോളം ആരോഗ്യം അനുവദിക്കുന്നു അവിടെ ജീവിക്കണമെന്ന് വയോജന സൗഹൃദ കേരളമാണ്. അതിനുവേണ്ടി വയോജന സൗഹൃദമാക്കാൻ പദ്ധതികൾ എങ്ങനെ ഉണ്ടാക്കാം? നമ്മുടെ ആരാധനാലയങ്ങൾ എങ്ങനെ വയോജനങ്ങൾക്ക് പോകാൻ തക്കവണ്ണം സൗഹൃദമാക്കാം? പൊതുസ്ഥാപനങ്ങളിൽ എങ്ങനെ വയോജന സൗഹൃദമാക്കാം? വയോജന കൂട്ടായ്മകൾക്ക് എങ്ങനെ കൂടുതൽ ഒരു ഉത്തരവാദിത്വ സംവിധാനം ഉണ്ടാക്കാം? അവർക്ക് കൃത്യമായിട്ടും ഈ വിനോദയാത്രകൾക്കുള്ള സംവിധാനം എങ്ങനെ ഉണ്ടാക്കാം? ഇതൊക്കെ ഒരു വയോജന കാഴ്ചപ്പാടാണ്. ഇതിലൂടെ നവകേരളം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. സാധ്യമാണ്. അതുപോലെ തന്നെ ഉയരുന്ന ഒരു പ്രധാന വിമർശനം അധികാര കേന്ദ്രീകരണം എന്നാണ്. പാർട്ടിയും ഭരണവും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നത്. ഈ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഒരു മന്ത്രിസഭയൊന്നാകെ 140 മണ്ഡലങ്ങളിൽ പോയി ജനങ്ങളെ കണ്ടുന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലാ തലങ്ങളിൽ പൗരസംവാദം വെച്ച് അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. ഇവിടുത്തെ മത നേതാക്കന്മാർ, ഇവിടുത്തെ സമുദായ നേതാക്കന്മാർ, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, അവരോടെല്ലാം ദൈനംദിനം ഇൻട്രാക്ട് ചെയ്യുന്ന ഇതുപോലൊരു മുഖ്യമന്ത്രി ലോകത്ത് വേറെ എവിടെ? അപ്പോൾ ഏത് ജനാധിപത്യത്തിൻ്റെ കുറവിനെക്കുറിച്ചാണ് പറയുന്നത്? പിന്നെ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ ഷൂസ് എറിയാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് വിമോചന സമരകാലത്ത് EMS-നെതിരെ പ്രയോഗിച്ചു, ഇപ്പോൾ പിണറായിക്ക് നേരെ പ്രയോഗിക്കാൻ നോക്കുന്നു. അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ധാർഷ്ട്യവും ധിക്കാരവും ഒന്നുമല്ല. ധാർഷ്ട്യവും ധിക്കാരവും എന്നത് മാത്രമല്ല, പാർട്ടി ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഭരണം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാകുന്നു ഭരണം എന്നതാണ് ഒരു ആരോപണം. 600 കാര്യങ്ങൾ പ്രകടന പത്രികയിലുണ്ട്, 580 നടപ്പാക്കി. ഓരോ കൊല്ലവും നടപ്പാക്കുന്ന ഒരു പ്രകടന പത്രികയിലെ പ്രോഗ്രസ് കാർഡ് ഒരു മുഖ്യമന്ത്രി കൊണ്ടുവന്നു. അതെങ്ങനെ പാർട്ടി കേന്ദ്രീകൃതമാകും? 900 കാര്യങ്ങളുടെ പ്രകടന പത്രിക, അതിലിപ്പോൾ ഈ 4 കൊല്ലക്കാരും പ്രകടന പത്രികയുടെ പ്രോഗ്രസ് കാർഡ് നടപ്പാക്കി. ഇത് അടുത്ത പ്രോഗ്രസ് കാർഡ് വരുന്നു. ഇതെങ്ങനെ കേന്ദ്രീകൃതമാകും? LDF CPM ആലോചിക്കാത്ത എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കണ്ടോ? ഇതെല്ലാം വ്യക്തി കേന്ദ്രീകൃതമാണ്. പാർട്ടി കേന്ദ്രീകൃതമെന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന് പറയുന്നത് പാർട്ടിക്ക് വിധേയമായി, LDFന് വിധേയമായി, അതിൻ്റെ നയത്തിന് വിധേയമായി പാർട്ടിയോ LDFോ തീരുമാനിക്കാത്ത ഒരു കാര്യവും സർക്കാർ ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല. പിന്നെ ആഖ്യാനങ്ങൾ ഉണ്ടാക്കാം, അത് നാളെ നടക്കും. ആഖ്യാനങ്ങൾക്കൊന്നും അധികം ആയുസില്ല. കുമിളകൾ പൊട്ടുന്നവരെ അത് പൊട്ടും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDFന് തോൽവി നേരിടേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വൈരുദ്ധ്യം നരേന്ദ്രമോദി, മോദിക്കെതിരെ ആരാണ്? അപ്പം മോദിക്കെതിരായിട്ട് ഡൽഹിയിൽ ഫയറ്റാൻ ശേഷിയുള്ള ഒന്നാമത്തെ വിഭാഗം UDFൻ്റെ ആളുകളാണ്, കോൺഗ്രസ്സാണ് എന്നതുകൊണ്ട് ജനങ്ങളത് തിരഞ്ഞെടുത്തു. നിയമസഭയിലേക്ക് വരുമ്പോൾ BJP നേരിടാൻ മാത്രമല്ല, മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള എല്ലാ വർഗീയശക്തിയും നേരിടാനുള്ള ഒറ്റ ഫോഴ്സേ ഉള്ളൂ. രണ്ടെന്നുള്ള ചിന്തയില്ല. നിങ്ങൾക്ക് വർഗീയ ശക്തിയെ മാറ്റിക്കിടത്തണോ? അത് BJP മാത്രം മാറുന്ന പോരാ, ലീഗും ജമാഅത്തെ ഇസ്ലാമും മാറണം. ഇടതുപക്ഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ചോയ്സ് ഇല്ല. നിങ്ങൾ വർഗീയതയ്ക്കെതിരാണെങ്കിൽ ചോയ്സ് ഇല്ല, ഇടതുപക്ഷം മാത്രം. അതേസമയം കേന്ദ്രത്തിലേക്ക് വന്ന ചോയ്സ് ഉണ്ട്. കാരണം എന്താണ്? അവിടെ BJPക്കെതിരാണ്. ഇപ്പോൾ കോൺഗ്രസ്സിനോട് ഒരു സേ ഉണ്ട്. അവിടെ മുസ്ലിം ലീഗിന് പ്രാമുഖ്യമില്ല. അവിടെ UP അധികാരത്തിൽ വന്നാൽ ലീഗിന് 5 മന്ത്രി എന്നൊരു തർക്കം വരികയില്ല. ഇവിടെ അതല്ല. ഇവിടെ അധികാരം എന്ന് പറയുന്നത് തങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കും എന്ന നിലയ്ക്ക് മുൻപുള്ള പെരുമാറ്റം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് ഒരു അവസരം കൂടി വേണമെന്നാണ്, അല്ലെങ്കിൽ ലീഗ് ഇല്ലാതെയാകുമെന്നാണ് KM ഷാജി പറയുന്നത്. അപ്പോൾ അത് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ LDF അല്ലാണ്ട് ചോയ്സ് ഏതാ ഉള്ളത്? സെക്കുലറിസത്തിൻ്റെ ഏക ചോയ്സ് ഇടതുപക്ഷമാണ്.
ബാക്കി രണ്ടും സെക്യുലറിസത്തെ ദുർബലപ്പെടുത്തുന്ന മതരാഷ്ട്രീയത്തിൻ്റെ മുന്നണിയാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട്, മറ്റൊന്ന് BJPയുടെ മുന്നണി. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് കൂടി LDFന് അനുകൂലമായി ഉണ്ടാകും എന്നാണ്. കേരളം ഇന്ന് ഏറ്റവും നന്മയുള്ള റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സെക്കുലറിസമാണ്. ഈ സെക്കുലറിസം കേരളത്തിൽ ഇടതുപക്ഷം ഉയർന്നു വന്നാലേ ജനങ്ങൾ കാണും. മുസ്ലിം ലീഗിനെ അധികാരത്തിലെത്തിയിട്ട് സെക്കുലറിസം എന്ന് കേരളത്തിന് പറയാൻ പറ്റുമോ? നിങ്ങൾ ലീഗ് അധികാരത്തിൽ ഇരിക്കുന്നു, എന്നിട്ട് ഞങ്ങൾ സെക്കുലറാന്ന് പറയാൻ പറ്റുമോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. എത്ര ഒളിച്ചു വെച്ചാലും അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു പാർട്ടിയായിട്ട് ലീഗിനെ കാണാനാവില്ല. ഉദാഹരണമായിട്ട് നമ്മൾ തിരിച്ചറിയുക, LDF വീട് കൊടുത്തു, 5 ലക്ഷം പേർക്ക് ഇപ്പോൾ വീട് കൊടുത്തു. ഒരു 1.5 ലക്ഷം വീടുകൾ ആർക്കാണ്? ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്കാണ്. ലീഗ് ഭരിച്ചപ്പോൾ ആ വീട് കിട്ടിയോ? കിട്ടിയിട്ടില്ല. മുസ്ലിം ലീഗ് ഭരിച്ചപ്പോൾ ആ വീട് കിട്ടിയിട്ടില്ല. ലൈഫ് മിഷൻ വീട് കിട്ടിയിട്ടില്ല. മുസ്ലിം ലീഗ് ഭരിച്ചപ്പോൾ ഇവിടുത്തെ വിദ്യാലയങ്ങൾ നന്നായിട്ടില്ല. മുസ്ലിം ലീഗ് ഭരിച്ചപ്പം മലപ്പുറത്തെ പോലും ആശുപത്രികൾ നന്നായിട്ടില്ല. മുസ്ലിം ലീഗ് ഭരിച്ചപ്പോൾ മലപ്പുറത്തെ ദേശീയപാത ഉണ്ടായിട്ടില്ല, മലയോരപാതയും തീരദേശപാത ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആ മലപ്പുറത്ത് പ്രതിപക്ഷം ഇല്ലാതെയാക്കി, ഇടതുപക്ഷം ഇല്ലാതെയാക്കി എന്ന് ഖ്യാതി കടിക്കുന്നത് അത് സെക്കുലർ പൊളിറ്റിക്സ് ആണെന്ന് ആളുകൾ ധരിക്കുന്നില്ല. പക്ഷേ ഈ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ CPM പലതവണ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതിന് ഒരു തവണ പറയേണ്ടത്, CPMന് ഒരു നയമുണ്ട്. 1986 ബാബർ മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പാണ് CPM ഒരു നയം സ്വീകരിച്ചത്. ഒരു മതരാഷ്ട്രീയക്കാരോടും വർഗീയ ശക്തിയോടും സന്ധി വേണ്ട. ഇവിടെ ഉണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗിനെ പറഞ്ഞു വിട്ടിട്ടാണ് LDFൻ്റെ മുന്നണി. അതിനുശേഷം കൂടാൻ ശ്രമിച്ചു എന്ന് കള്ളം പറയുകയാണ്. ആർക്കും നുണ പറയാം. പക്ഷേ INLൻ്റെ ഒരു ഘടകമൊക്കെ ഇപ്പോൾ INL മുസ്ലിം ലീഗ് അല്ലല്ലോ. ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. അത് മുസ്ലിം ലീഗിൽ നിന്ന് വിഭജിച്ചുണ്ടായതാണ്. ഉപയോഗിച്ചവർ ആ മതരാഷ്ട്രീയത്തെ വിട്ടാൽ പിന്നെ എന്ത് പറയണം? നാഷണൽ ലീഗിനെ സ്വീകരിക്കണ്ടേ? അതേസമയം അന്ന് സ്വീകരിച്ചിരുന്ന ഒരുപാട് കേരള കോൺഗ്രസിനെയും കൂടെ കൂട്ടേണ്ടതില്ല എന്നായിരുന്നു. ഒരിക്കലും ആ നിലപാടുണ്ടായില്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എടുത്തിട്ടുള്ള സമീപനത്തിനകത്ത് അവർ ഉയർത്തി വന്ന ജനാധിപത്യപരമായ എല്ലാ ആവശ്യങ്ങളോടും ഇടതുപക്ഷം സഹകരിച്ചിട്ടുണ്ട്. 1980 KM മാണിയും DK നായരും ഒരുമിച്ച് ഗവൺമെൻറ്റിലുണ്ടായി. പിന്നീട് ആ പാർട്ടി ഒരു നിലപാട് വലതുപക്ഷത്തോടൊപ്പം സ്വീകരിച്ചവരുടെ 40 കൊല്ലത്തെ അനുഭവം എന്താണ്? അവരെ പിളർത്തുകയാണ്, ആ പാർട്ടി ഇല്ലാതെയാക്കുകയാണ്. അവരിടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ അവർ ശക്തിപ്പെട്ടു. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഭൂരിപക്ഷ വർഗീയതയേക്കാൾ ശക്തമായി ന്യൂനപക്ഷ വർഗീയത, അതായത് മുസ്ലിം വർഗീയതയെ എതിർക്കണം എന്നാണോ അതിനർത്ഥം? ഒരിക്കലുമില്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിനും രാജ്യത്ത് ഫാസിസ്റ്റ് ആകാൻ കഴിയില്ല. താലിബാൻ അഫ്ഗാനിസ്ഥാനിലുണ്ടാവും, ഇന്ത്യയിൽ താലിബാൻ ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം അതല്ല. ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട്, ഒരു മതക്കാരുടെ വോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അതാണ് BJPയുടെ വാദം. ഹിന്ദുക്കളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണ്, അതാണ് BJPയുടെ വാദം. അതിന് ശരിവെക്കുന്നൊരു വിധി ഇപ്പുറത്തുണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ കരുതൽ. 2024 ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ വളരെ ശക്തമായ നിലയിൽ മുസ്ലിം പ്രീണനം എന്ന് പോലും പറയപ്പെടാവുന്ന രീതിയിൽ ഇതിനെതിരെയുള്ള സെമിനാറുകൾ ധാരാളമായി സംഘടിപ്പിക്കുകയും അത് ഫലിക്കാതെ വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്നും വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ പൗരത്വ വിഷയത്തിനകത്ത് ആദ്യമായിട്ട് ഒരു സിറ്റിസൺ കാർഡ് ഏർപ്പെടുത്തി ഇന്ത്യയിലെ ഏക സ്റ്റേറ്റാണ്. അപ്പോൾ പിന്നെ ഈ വ്യാഖ്യാനം പോയല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വലതുപക്ഷം ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയാൽ വ്യാഖ്യാനങ്ങളിൽ തളച്ചിടാനാകാത്ത വിധമുള്ള സത്യസന്ധത ഇടതുപക്ഷത്തിനുണ്ട്. മതനിരപേക്ഷതയ്ക്ക് ഇവരുടെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന് ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാട് അത് ഇന്ത്യ മാത്രമല്ല. ഇപ്പം ഇസ്രയേൽ പാർലമെൻറ്റിലെ 2 കമ്മ്യൂണിസ്റ്റുകാർ, ജൂതന്മാർ, അവർ പലസ്തീനിലെ മനുഷ്യനെ കൊല്ലരുതെന്ന് പറഞ്ഞവരാ. അതിന് പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ അമ്പലം പൊളിക്കരുതെന്ന് പറഞ്ഞു, അവരാണ് ജയിലിൽ കിടക്കുന്നത്. ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കും, അവരുടെ മതമേതെന്ന് നോക്കാതെ. ഞങ്ങൾക്ക് എവിടെയും നിലപാടതാണ്. പിന്നെ ഞങ്ങളെ ആക്രമിക്കാനും ഒക്കെ ഇത്തരം കള്ളങ്ങൾ പറയും. ഒരു കള്ളങ്ങളുടെ കള്ളിയിൽ ഞങ്ങൾ ഒതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചുരുക്കി ഈ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു പ്രകടന പത്രികയുണ്ട്. ആദ്യത്തെ 600, 900, 1500 അതൊക്കെ മേലെ ചെയ്തിട്ടാണ് ജനങ്ങളിലേക്ക് വരാൻ പോണത്. 2, കേരളത്തിൻ്റെ സമ്പദ്ഘടന ഫലപ്രദമായി ശാക്തീകരിച്ചു, ദൃഢീകരിച്ചു. കേന്ദ്രത്തിൻ്റെ കടന്നാക്രമണത്തെ നേരിടാനുള്ള ശേഷിയൊന്നും വലതുപക്ഷത്തിനില്ല, ഇടതുപക്ഷത്തിന് ഉണ്ടാവും. ഇടതുപക്ഷത്തിൻ്റെ പദ്ധതിയുണ്ട് നവകേരളത്തിൻ്റെ. ഈ ട്രാക്കിൽ തുടർഭരണം കേരളത്തെ ശക്തിപ്പെടുത്തി. ഒരു 5 കൊല്ലം കൂടെ തന്നു നോക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങ് കോട്ടയം മണ്ഡലത്തിൽ മത്സരിക്കുകയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൻ്റെ ഒരു വിധി എന്തായിരിക്കും?
ഒന്ന്, കോട്ടയത്ത് LDF UDF തമ്മിൽ ഏതാണ്ടൊരു അടുത്തടുത്ത് നിൽക്കുന്ന കൂട്ടരാണ്. മുമ്പ് VN വാസവൻ ഇവിടുന്ന് ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്, 700 വോട്ടിനാണ്. ഇപ്പോഴും ആ രാഷ്ട്രീയ ഘടനയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും LDFന് കൂടുതൽ അനുകൂലമായിട്ടുണ്ട്. LDF UDF തമ്മിലുള്ള വ്യത്യാസം 4500 വോട്ടേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കാണിക്കുന്നത് എന്താണ്? UDFന് അടിച്ചൊന്നുമില്ല ഇവിടെ. പക്ഷേ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ UDFൻ്റെ സ്ഥാനാർത്ഥി തന്നെ കണ്ടെത്തുകയാണ് മുമ്പുണ്ടായിട്ടുള്ളത്. ഇത്തവണ BJPക്കാർ അവരുടെ തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടതുപക്ഷത്തിനകത്തുണ്ടെങ്കിൽ നല്ല വിജയ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ ബദലിപ്പോൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കേരളത്തിലുണ്ടായ വികസനം കോട്ടയത്തുണ്ടോ? കോട്ടയത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട്, അവിടെ വോട്ട് വരത്തില്ല. എന്നാൽ വോട്ട് വരുന്നിടത്ത് വോട്ട് കിട്ടിയില്ല. കേരളത്തിലെ ഏറ്റവും മോശം KSRTC സ്റ്റാൻഡ് എവിടെയാണ്? കോട്ടയത്താണ്. ഇനി 25 കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്നു. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒന്ന് പോയി നോക്കി, ഒന്ന് നോക്കൂ. IT-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംരംഭം കോട്ടയത്തുണ്ടോ? ഈ കോട്ടയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇവിടുത്തെ MLAക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? വികസനത്തെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടില്ല. LDFന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഉദാഹരണമായിട്ട്, മാറിയ കേരളം, മാറേണ്ടത് കോട്ടയം. എന്താ കേരളം മാറുന്നത്? MC റോഡ്, LDF 5200 കോടി രൂപയുടെ 4 വരി പാത. കോട്ടയത്തിന് ബൈപ്പാസ് ഉണ്ടാവും. വേണോ? LDF വേണം. കോട്ടയത്തിന് ബൈപ്പാസ് ഉണ്ടാക്കാൻ LDFന് ശേഷിയുണ്ട്. പെരുമ്പളത്തേക്ക് 100 കോടി രൂപയുടെ പാലം ഉണ്ടാക്കിയ LDFന് ബദൽ. ഞങ്ങളുടെ ബദലാണ് ഈ മണ്ഡലത്തിൻ്റെ പകുതി ഭാഗം വെള്ളത്തിനടിയിലാണ്. പലപ്പോഴും വെള്ളപ്പൊക്കം. മീനച്ചിലാർ, മീനത്തിറിയാർ, കൊടുൂരാർ പദ്ധതിയിൽ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രളയരഹിത കോട്ടയാണ്. വെള്ളപ്പൊക്കം കുറഞ്ഞിട്ടുണ്ട്. അത് കുറെ കൂടെ പരിഹരിക്കാനോ 103 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് കിബിയിലൂടെ അനുഭവിച്ചിരിക്കുന്നത്. കിബി വേണ്ടാന്ന് കോട്ടയത്തെ MLA പറഞ്ഞാൽ കിബി വേണം, ഇവിടെ പ്രളയം ഇല്ലാതെയാകണം, ആ പദ്ധതി നടപ്പാക്കണമെന്ന് കോട്ടയംകാർ പറയില്ലേ? വ്യക്തികളല്ല പ്രശ്നം. ഇപ്പോൾ കോഴഞ്ചേരി ആശുപത്രി പോവുക, അല്ലെങ്കിൽ അപ്പുറത്ത് ചെങ്ങന്നൂർ ആശുപത്രി പോവുക. കോട്ടയത്തെ ജില്ലാ ആശുപത്രിക്കൊപ്പം വിവിധ ജില്ലാ ആശുപത്രികൾക്ക് പണം അനുവദിച്ചു കിബി. കോട്ടയത്ത് 219 കോടി രൂപ അനുവദിച്ചിട്ട് എന്ത് ചെയ്തു? 3 കൊല്ലം ആ പദ്ധതി തടഞ്ഞത് കോട്ടയം MLA ഒറ്റ വാക്ക് പറഞ്ഞു, ഇവിടുത്തെ മണ്ണെടുത്ത് പുറത്ത് കൊണ്ടുപോകരുത്. കുറേ മണ്ണ് മാറ്റിയാലേ അവിടെ കെട്ടിടം പണിയാൻ പറ്റൂ. ആ മണ്ണ് പുളുകുന്ന് കൊണ്ടുപോയി അവിടുത്തെ ആശുപത്രിക്ക് പണിയാൻ വേണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ MLA തടഞ്ഞപ്പോഴത്തേക്കും കണ്ടതെന്താണ്? പണി മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഒരു നില മറ്റേ പണിതിട്ടുള്ളൂ, 10 നില പണിയിട്ടതാണ്. 14 ഓപ്പറേഷൻ തിയേറ്ററുള്ള ഒരു പദ്ധതിയാണ് 3 കൊല്ലമായിട്ട് കോട്ടയത്ത് മുടക്കിയിട്ടത്. ഈ ഇവിടുത്തെ മീനച്ചിലാറ്റിലെ തുരുത്തുകൾ എടുത്ത് മാറ്റിയിട്ട് റബ്ബർ പാർക്ക് ഉണ്ടാക്കാൻ മണ്ണെടുക്കാൻ കൊണ്ടുപോയി. MLA വന്ന് തടഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വികസന വിരുദ്ധമായി ചിന്തിക്കുന്നത്? കോട്ടയത്തെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളുണ്ട്. കൊട്ടാരക്കര വരുത്തി നമ്മുടെ IT വികസനം. കൊട്ടാരക്കര IT കേന്ദ്രമായി. ഇവിടെ കളമശ്ശേരി, തൃപ്പൂണിത്തുറ വരെ IT കേന്ദ്രമാണ്. കോട്ടയത്ത് എന്ത് മാറി നിൽക്കണം? പുതിയ AI സാങ്കേതികവിദ്യ അടക്കം കോട്ടയത്തിന് ഒരു പുതിയ അനുഭവം ഉണ്ടാക്കാൻ എന്തു പറ്റും? ഞങ്ങൾ ബദലുമായി ജനങ്ങളിലേക്ക് പോവുകയാണ്. കുടുംബശ്രീ പിരിച്ചുവിടുമെന്നാണ് UDF പറയുന്നത്. ഞങ്ങൾ പറയണത്, കോട്ടയത്ത് ഈ മണ്ഡലത്തിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അവരുടെ വരുമാന വർധനവിന് പുതിയ പദ്ധതി ഉണ്ടാക്കും. പനച്ചിക്കാട് അക്ഷര ഗ്രാമമാണ്. പനച്ചിക്കാട് അമ്പലമുണ്ടല്ലോ, അവിടെ നമുക്ക് അക്ഷര നഗരമാണ് തിരുവനന്തപുരം, നമ്മുടെ കോട്ടയം. അപ്പുറത്ത് അക്ഷര ഗ്രാമം. ഇത് രണ്ടുകൂടെ കൂട്ടിച്ചേർത്ത് ഒരു അക്ഷര ടൂറിസം പദ്ധതിയുടെ പുതിയ സാധ്യതയുണ്ട്. പല വഴികൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ വികസനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ ഒരു ഐഡിയൽ പ്രോഗ്രാമായിരുന്നു പുഴ വീണ്ടെടുക്കൽ, മീനച്ചിലാർ വീണ്ടെടുക്കുക. അതിനോടൊപ്പം വലിയ നെൽവയലുകൾ വീണ്ടെടുക്കൽ, വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? 5650 ഏക്കർ തരിശുനിലങ്ങളിൽ നെൽകൃഷി തിരിച്ചു കൊണ്ടുവന്നു. 1650 കിലോമീറ്റർ തോടുകൾ തെളിച്ചു. അതുപോലെ തന്നെ 5 or 6 ടൂറിസം കേന്ദ്രങ്ങൾ. അതിലിപ്പം മല്ലിക്കൽ ആമ്പൽ വസന്തം, ഇല്ലെ നീർക്കാട് തണലോരം, പാതിയപ്പള്ളിക്കടവിലെ കടവോരം, നമ്മുടെ പടിയറക്കടവിലെ ജല ടൂറിസം പദ്ധതി, ഇല്ലെങ്കിൽ ഇപ്പോൾ കട്ടത്തറ കടപ്പൂരി എന്നാൽ കാണാം, അവിടെ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വെക്കുന്നത് പ്രളയരഹിത കോട്ടയാണ്. അതിനാണ് ഈ 103 കോടി രൂപയുടെ കിബി പദ്ധതി ടെൻഡർ അംഗീകരിച്ചു കഴിഞ്ഞു ഇന്നലെ. അപ്പോൾ അത് നടപ്പാകാൻ പോകണം. ഇനി CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മീനച്ചിലാറ് വേമ്പനാട്ടുകായലിൽ ചേരുന്ന ഒരു 6 മുഖാരങ്ങൾ തെളിക്കുക എന്നൊരു പദ്ധതി ഞങ്ങളിട്ടു. ആ പദ്ധതി ഇപ്പോൾ വളരെ വേഗത്തിൽ നടപ്പാക്കാൻ ഒരു മുഖാരം തെളിച്ചു കഴിഞ്ഞു. ഗാർഡ് അവരുടെ CSR ഫണ്ട് കൊടുത്ത് മറ്റ് കമ്പനികളെ സമീപിച്ചിരിക്കുകയാണ്. അവർ നേരിട്ടാണ് പണം നടക്കുന്നത്. ഈ പദ്ധതിക്ക് ഞങ്ങളാരും പണം സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഞങ്ങളൊരു തരത്തിലും പണം വാങ്ങുന്നില്ല. അവിടെ കമ്മ്യൂണിറ്റി ഉപയോഗിച്ച് അവരെ കൊണ്ട് നിർവഹിപ്പിക്കുക. ആ മാതൃക കോട്ടയത്തിന് സ്വീകാര്യമാണ്. കേരളത്തിലെ ഇതുപോലൊരു മാതൃക വേറെയില്ല. ഞങ്ങൾക്കൊരു വലിയ പരിസ്ഥിതി കൂട്ടായ്മയുണ്ട്.
അത് കോട്ടയത്തിന് മാത്രം നന്മയല്ല, കേരളത്തിൻ്റെ നന്മയാണ്, ഹരിത കേരളത്തിൻ്റെ തുടർച്ചയാണ്. ഈ ഒരു സങ്കല്പം കേരളത്തിലെ ഒരു വികസന നയത്തിലേക്ക് കൊണ്ടുവരാനും അത് കുറെ കൂടി പരിസ്ഥിതി സൗഹൃദമാകുവാനുള്ളൊരു ശ്രമം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ട്? തിരിച്ചാണ്. കേരള സർക്കാരിൻ്റെ ഹരിത കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി ഉണ്ടാക്കിയത്. ഹരിത കേരളത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഇതിൽ ഉൾച്ചേർക്കുന്നുണ്ട്. അത് കുറേയേറെ മുന്നോട്ട് വന്നു. തുടർ ഭരണത്തിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായി വിപുലപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു.